എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ വന്നത് HSA ഇംഗ്ലീഷ് പരീക്ഷയെക്കുറിച്ചാണ്. 2025 ആദ്യം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ് HSA ഇംഗ്ലീഷ് പരീക്ഷ എന്നുള്ളത്. അധ്യാപകരായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വെറും ഉദ്യോഗാർത്ഥികളല്ല, മറിച്ച് അധ്യാപക ഉദ്യോഗാർത്ഥികളാണ്. അതുമാത്രമല്ല, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഒരുപാട് നിയമനം നടക്കാൻ സാധ്യതയുള്ള പരീക്ഷ കൂടിയാണ് HSA എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. സോ 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടക്കും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പല ആപ്പിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എൻട്രിയിൽ മെയ് 30 പേഴ്സണൽ മെൻറ്റർഷിപ്പോടുകൂടിയുള്ള ക്ലാസ്സുകളും നോർമൽ ബാച്ചും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയം, ആദ്യം വരുന്നൊരു സംശയം, വൈ ഏർലി, എന്തിനാണ് ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാനിത് ആരംഭിക്കും. നിങ്ങൾക്കറിയാം, ഈ HSA എന്ന് പറയുന്ന പരീക്ഷയ്ക്ക്, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരു വലിയ സിലബസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്ട് 1, പാർട്ട് A, പാർട്ട് B എന്നുള്ളതാണ്. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക് ആണെങ്കിൽ, പാർട്ട് B എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ഗ്രാമർ, ലിറ്റററി ക്രിറ്റിസം, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ സിലബസാണ്. അപ്പോൾ ഈ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ് 2021 നടന്നത്. അതുകൊണ്ട് തന്നെ അതുപോലൊരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ കിട്ടൂ. അതുകൊണ്ട് എത്ര സമയം നമുക്ക് കിട്ടുന്നോ അത്രയും സമയം നല്ലതാണ്. ഏർലി ബേർഡ് ക്യാച്ചസ് ദ ഫ്ലൈ എന്നൊരു പ്രോവർബുണ്ട്. നേരത്തെ തുടങ്ങുന്നവൻ നേരത്തെ എത്തിച്ചേരും. അതുകൊണ്ട് നേരത്തെ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജോലിയാണ് ഈ HSA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം സിലബസിനെ കുറിച്ചാണ്. 2021 സിലബസ് ആണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയുണ്ട്. പാർട്ട് A, പാർട്ട് B എന്ന് തരംതിരിച്ചിരിക്കുന്നു. പാർട്ട് Aയിലാണെങ്കിൽ ഈ പറയുന്ന ജനറൽ നോളജ് ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കൂടാതെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ജനറൽ ടോപ്പിക്കാണ്. 20 മാർക്കാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ എൻട്രിയിലുള്ള കോഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഈ 20 മാർക്കിനാണ്. എല്ലാവരും സബ്ജക്റ്റ് നോളജ് ഉള്ളവരാണ്. പ്രത്യേകിച്ച് ഏത് HSA ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും സബ്ജക്റ്റ് നോളജ് ഉണ്ട്. 80 മാർക്ക് സേഫാണ്. പക്ഷേ പലരും ഈ ജനറൽ GK ഭാഗങ്ങൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ റാങ്ക് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് ഈ 20 മാർക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഇതും പഠിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ എൻട്രി ആരംഭിക്കുന്നത്. കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. സിലബസിലേക്ക് വരാം. രണ്ടാമതായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ മൊഡ്യൂളായിട്ടാണ് പാർട്ട് 2 കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റാണ്. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഒന്ന് പ്രോസ് ഉണ്ട്, പൊയട്രി, ഡ്രാമ, ലിറ്റററി ക്രിറ്റിസം, പിന്നെ അങ്ങോട്ട് വരുമ്പം ഗ്രാമർ ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ലിംഗ്വിസ്റ്റിക് ഫോണറ്റിക്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അങ്ങനെ പല മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ പഠനം ആവശ്യമാണ്. ഇപ്പം എൻട്രിയിലെ കോഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ എൻട്രി നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് എൻട്രിയുടെ കോഴ്സിനെ കുറിച്ചാണ്. മെയ് 30 ആരംഭിക്കുന്ന ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതുമാത്രമല്ല, എന്നോടൊപ്പം കഴിഞ്ഞ തവണ ഈ കോഴ്സ് ലീഡ് ചെയ്ത് വിജയിപ്പിച്ച മീര മിസ്സും ഉണ്ട്. മീര മിസ്സിനെ നിങ്ങൾക്കെല്ലാം അറിയാം, HSA പഠിക്കുന്നവർക്കെല്ലാം അറിയാം. ഒരുപാട് റിസൾട്ടുകൾ എൻട്രിക്ക് നേടിക്കൊടുത്ത ഒരു അധ്യാപികയാണ്. ടീച്ചറിനോടൊപ്പമുള്ള ടീമുണ്ട്. നമ്മുടെ അധ്യാപകർ 7ഓളം ഇംഗ്ലീഷ് ഫാക്കൽറ്റി തന്നെ ഉണ്ട്. കൂടാതെ GK കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കാൻ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുമുണ്ട്. മീര മിസ്സാണ് ഏറ്റവും കൂടുതൽ മേഖല ലിറ്ററേച്ചർ, അതായത് പോയട്രി, പ്രോസ്, ഡ്രാമ, ലിറ്റററി ക്രിറ്റിസം, ഈ മേഖലകൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗവും ടീച്ചർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി എന്നുള്ള ഭാഗവും ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് ആർഷ മിസ് ഉണ്ട്. ആർഷ മിസ് SSC ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. കഴിഞ്ഞ തവണത്തെ ടീമിലുണ്ടായിരുന്ന പ്രഗത്ഭ അധ്യാപക ശ്രീലക്ഷ്മി മിസ് ഉണ്ട്. ഫൊണറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടി, ലിംഗ്വിസ്റ്റിക് പഠിപ്പിക്കാൻ വേണ്ടി എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു അധ്യാപകൻ കൂടിയുണ്ട്. കൂടാതെ നമ്മൾ ഈ ഓരോ മേഖലയും ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡിയോടൊപ്പം ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 50 ചോദ്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അധ്യാപകൻ കൂടി നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി എന്താണ് കോഴ്സ്?
അതായത് മെയ് 30 ആരംഭിക്കുന്ന ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 150 ദിവസത്തെ ഒരു കോഴ്സാണ്. 150 ദിവസത്തെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 30 എന്നുള്ള 5 ഡിവിഷൻസ് ആക്കി മാറ്റിയിരിക്കുന്നു. ഓരോ 30 ദിവസം കഴിയും തോറും റിവിഷൻ ടെസ്റ്റ്, നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള വിശകലനം, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ചേർത്തിട്ടായിരിക്കും അടുത്ത ഫേസിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാ ബാച്ചും ഉണ്ട്, അതുപോലെ നോർമൽ ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയ ഗോൾഡ് ബാച്ചും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സംശയം, പല റൂമറുകൾ കേൾക്കുന്നുണ്ട്, സിലബസിൽ മാറ്റം വന്നാലോ? സ്വാഭാവികമായിട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് അറിവൊന്നും കിട്ടിയില്ല എങ്കിലും മാറാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ വെറുതെ ആവില്ലേ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവാം. അതിൻ്റെ യാതൊരുവിധ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഈ 2 പാർട്ടും എടുത്ത് പരിശോധിച്ചാൽ, ഏത് മൊഡ്യൂൾ എടുത്ത് പരിശോധിച്ചാലും മാറാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. 1 GK, 2 കറണ്ട് അഫയേഴ്സ്, 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ്, 4 ലിറ്റററി ക്രിറ്റിസിസം, 5 ഫോണറ്റിക്സ്, 6 ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ 7 ഗ്രാമർ പ്ലസ് വൊക്കാബുലറി. ഇതിനകത്ത് എന്ത് മാറ്റം വരാനാണ്? മാറുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 മൊഡ്യൂൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോസ്, പോയട്രി, ഡ്രാമ, ഇവയായിരിക്കും മാറുന്നത്. ഇനി അങ്ങനെ മാറിയാൽ തന്നെ അതിനകത്തുള്ള എല്ലാം മാറില്ല. ഇപ്പോൾ കുറേ ഡ്രാമ കൊടുത്തിട്ടുണ്ട്, മാക്ബത്ത് ഉൾപ്പെടെയുള്ള കുറേ ഡ്രാമ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ 1, 2, 3 വർക്കുകൾ മാറുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും ഒരു അഴിച്ചുപണി അതിനകത്ത് വരില്ല. അതുകൊണ്ട് തന്നെ എൻട്രി സജ്ജമാണ്. അങ്ങനെ മാറിയാൽ തന്നെ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് എൻട്രി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇനി 4മതായിട്ട് പലരും പറയുന്നൊരു കാര്യം, ഡിസ്ക്രിപ്റ്റീവ് ആക്കിയാലോ? ആവശ്യമില്ലാത്ത ആശയക്കുഴപ്പങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഡിസ്ക്രിപ്റ്റീവ് ആക്കുന്നത് ഓരോരുത്തർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ഒരു ഓതൻറ്റിസിറ്റി ഇല്ലാത്തൊരു വാർത്തയാണ്. അത് നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക. ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പിന്നീട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2021 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഏത് ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് GK, കറണ്ട് അഫയേഴ്സ്, ഇതിന് മാത്രമായിട്ട് 15 മാർക്കിനാണ് ചോദിക്കുന്നത്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ജനറൽ ഭാഗത്തിന് 5 മാർക്കാണ്. അതായത് പാർട്ട് എയിൽ നിന്ന് ചോദിക്കുന്നത് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഭാഗം ചോദിക്കുന്നത് 4 മൊഡ്യൂളിൽ നിന്നാണ്. ഏതൊക്കെയാണെന്നറിയാം? പോയട്രി, ഡ്രാമ, പ്രോസ്, ലിറ്റററി ക്രിറ്റിസിസം. 40 മാർക്കിനാണ് ചോദിക്കുന്നത്. 40, 20, 60 ആണ്. 20 മാർക്കിന് ഗ്രാമർ, വൊക്കാബുലറി, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. 20 മാർക്കിന് ചോദിക്കും. ഗ്രാമറൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഗ്രാമർ, വൊക്കാബുലറി വളരെ എളുപ്പമുള്ളതായിരുന്നു. കേരള PSC ചോദിക്കുന്നതിന് അതേ നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. പിന്നീട് വരുമ്പോൾ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്ക്. അതിനകത്ത് ഇംഗ്ലീഷ്, പിന്നെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നെ 10 മാർക്ക് വരുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷാണ്. അതും വി നോ ദ പെഡഗോജി ഗെറ്റ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വരുന്ന ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഓരോ അധ്യാപകരും യൂട്യൂബിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പം അവരതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പം വറിയിടാവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 20 മാർക്കിനും, പിന്നെ ആദ്യത്തെ 4 മൊഡ്യൂൾ സബ്ജക്റ്റിൽ വരുമ്പം 40 മാർക്കിനും, ഗ്രാമർ 20 മാർക്കിനും, അതുപോലെ ഫോണറ്റിക്സ് 10 മാർക്കിനും, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് 10 മാർക്കിന് ഉൾപ്പെടെ 100 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഓരോ മേഖലയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ റിസൾട്ടിൻ്റെ പിൻബലത്തോടെയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ 1, 2, 3 റാങ്കുകൾ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ, അധ്യാപക ഉദ്യോഗാർത്ഥികളെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. മീരാ മിസ്സിൻ്റെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റുണ്ട്. എൻട്രിയിൽ ഓരോ അധ്യാപകർ ഇപ്പോൾ സർവീസിൽ കയറിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് കയറി കഴിഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാം ഇൻ്റർവ്യൂ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. കാരണം നമ്മൾ കോഴ്സ് വിജയിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, മറിച്ച് റിസൾട്ട് ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിൽ എത്ര സ്റ്റാൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഒരു നാടകത്തിലെ കഥാപാത്രം എവിടെ വെച്ചാണ് അയാളെ കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. സിറ്റുവേഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുള്ള വിപുലമായ പഠനവും നമുക്ക് ആവശ്യമാണ്. എൻട്രി സജ്ജമാണ്. 7ഓളം ഇംഗ്ലീഷ് അധ്യാപകർ, അവർ എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ച് PG പാസ്സായവരാണ്. അതുമാത്രമല്ല സെറ്റ് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കോളേജിൽ പഠിപ്പിക്കുന്ന PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരാണ്. ഈ മേഖലയിൽ നിങ്ങളെ നയിക്കാൻ പോകുന്ന ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. പിന്നെ GKയും അതുപോലെ തന്നെ മെത്തഡോളജി ഓഫ് ടീച്ചിങ്ങും ഒക്കെ പഠിപ്പിക്കാൻ എക്സ്പെർട്ടുകളായിട്ടുള്ള അധ്യാപകർ തന്നെയാണ് എൻട്രിയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമാകുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന HSA, അതായത് ഒരു അധ്യാപകൻ എന്നുള്ള ആ ജോലിയിൽ എത്തിച്ചേരുക, എൻട്രിയുടെ ഭാഗമാകുക, മുന്നോട്ട് പോകുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.